കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. 2 ശാം 22:31 വാക്യം. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചതും തന്നെ ശരണമാകുന്നു, ഏവർക്കും പരിജ്ഞാനമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ 2 ശമൂവേൽ 22:31 വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദാവീദിന്റെ ഒരു സ്തോത്ര ഗീതമായിട്ടാണ് ഈ 2 ശമൂവേൽ 22:31 വാക്യം നമ്മൾ അവിടെ മൊത്തത്തിൽ നമ്മൾ 1 മുതൽ കീഴ്പോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. അതെ, ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. യഹോവയായ ദൈവം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇവിടെ ദാവീദിലൂടെ ഹല്ലേലൂയ ദൈവജനത്തോട് വിളിച്ചു പറയുകയാണ്, യഹോവയായ ദൈവം, ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. ഇന്നും കർത്താവായ ദൈവം നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. കർത്താവിന്റെ വഴി തികവുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ വചനം ഊതിക്കഴിച്ചതാണ്. അതുപോലെയാണ് കർത്താവായ ദൈവം നമ്മയും ആ ഒരു അനുഭവത്തിലൂടെ കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ അനുഭവത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ ഊതിക്കഴിച്ചതും തന്നെ ശരണമാക്കുന്ന ഏവർക്കും പരിജ്ഞാനമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഊതിക്കഴിച്ച വചനം പോലെ നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ ദൈവസന്നിധി നാം വചനത്താൽ നിറവുള്ള ഒരു അനുഭവത്തിലൂടെ പോകുമ്പോൾ ദൈവസന്നിധിയിൽ നാം എത്രത്തോളം കടപ്പാടാണ്, ആ കടപ്പാട് അനുസരിച്ചാണ് സ്വർഗീയ പിതാവായ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. വചനത്തിലൂടെ നമ്മെ ഊതിക്കഴിച്ച ആ ശോധന പോലെയാണ് എങ്കിൽ നാം ദൈവസന്നിധിയിൽ ദൈവത്തിലെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവായ ദൈവം വചനത്തിൽ നമ്മെ നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഒരു അനുഭവത്തിലൂടെ ആയി മാറണം. അവിടെ വചനത്തിൽ ഉറപ്പുള്ളവരായി സ്ഥിരതയുള്ളവരായി മാറുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ ഹല്ലേലൂയ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 66:10 പറയുന്നുണ്ട്, ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്ന വെള്ളി ഊതി കഴിച്ചതുപോലെ നീ ഞങ്ങളെയും ഊതി കഴിച്ചിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ച്. അപ്പോൾ യഹോവയായ ദൈവം വചനത്താൽ നമ്മെ പരിശോധിച്ച് ശോധന ചെയ്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഊതി കഴിച്ചതുപോലെ തന്നെ, പരിശോധിച്ച് വെള്ളി ഊതി കഴിച്ചതുപോലെ തന്നെ നീ ഞങ്ങളെയും ഊതി കഴിച്ചിരിക്കും. അപ്പോൾ കർത്താവായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആ ഒരു അനുഭവത്തിലൂടെ, അപ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായി ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം, ദൈവത്തിന്റെ വചനപ്രകാരം നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് വാളിന്യം, മാറ്റം ഇതൊന്നുമില്ല. ആ ഒരു വചനത്തിന്റെ അനുഭവത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ ശോധന ചെയ്യുന്ന ഒരു കർത്താവായ ദൈവമുണ്ട്. കർത്താവായ ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്നെ നിലനിർത്തുമാറാകണമേ. എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ തന്നെ ഹല്ലേലൂയ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഇതിലൊന്നും ഹല്ലേലൂയ മലിനമാകുന്ന അവസ്ഥകളൊന്നും എൻ്റെ ജീവിതത്തിൽ കടന്നു വരല്ലേ. ഇവിടെ ഇസ്രായേൽ ജനത്തോട് ഇത് തന്നെയാണ് പറയുന്നത്, മലിനമാകുന്ന ജീവിതത്തിലൊന്നും കടന്നു വരാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പറയുമ്പോൾ കർത്താവ് തീർച്ചയായും
ദാവീദ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദാവീദിനെ അനുഗ്രഹിച്ചതുപോലെ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചതുപോലെ നമ്മെയും അനുഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ആ അനുഗ്രഹത്തിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3:18 പറയുന്നത്, തീയിൽ ഊതി കഴിച്ച പൊന്നുപോലെ, ഊതിൽ കഴിച്ച പൊന്നുപോലെ നമ്മെ പൊന്നാക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവായ ദൈവം. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവമേ, അങ്ങ് വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൃഢനിശ്ചയത്തോടെ മുമ്പോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നെ കൈവിടല്ലേ, ഉപേക്ഷിക്കല്ലേ. ഹല്ലേലൂയ. അങ്ങ് തിരുസന്നിധിയിൽ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവത്തോട് ചേർന്ന് മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായും കർത്താവായ ദൈവം നമ്മെ കൈവിടാതെ തള്ളാതെ മാർവോട് ചേർത്ത് അണച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവമേ, ഏത് ശോധനകളും ഉള്ളിലൂടെ കടന്നു വന്നാലും എൻ്റെ കർത്താവേ, എന്നെ കൈവിടാതെ എന്നെ നിലനിർത്തണമെന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ തിരുവചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.